ഒരു ജാപ്പനീസ് ഭവനം പൊളിച്ചു പണിയുന്നതിൻ്റെ ഭാഗമായി ജോലിക്കാരൻ ഒരു മുറിയുടെ ഭിത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജപ്പാനിലെ വീടുകളുടെ മരം കൊണ്ടുണ്ടാക്കിയ ഭിത്തികൾക്കിടയിൽ ചൂടും തണുപ്പും നിയന്ത്രിക്കാനായി പൊള്ളയായ ഭാഗമുണ്ടായിരിക്കും. ഭിത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്കാരൻ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ശ്രദ്ധിച്ചു. കാലിൽ ഒരു ആണി തുളച്ചു കയറിയതിനാൽ മതിലിൽ കുടുങ്ങിപ്പോയ ഒരു പല്ലി. അയാൾക്ക് സഹതാപം തോന്നി. അതിനെ രക്ഷിക്കാൻ ആലോചിക്കുന്ന സമയത്താണ് 5 വർഷം മുമ്പ് വീട് പണിത സമയത്ത് ഭിത്തിയിൽ അടിച്ചു കയറ്റിയ ആണിയായിരുന്നല്ലോ അതെന്ന് ഓർത്തത്. എന്ത്, നീണ്ട 5 വർഷങ്ങൾ ഇരുണ്ട ഈ ഭിത്തികൾക്കിടയിൽ കുരുങ്ങിയ കാൽ അനക്കാനാവാതെ ഇതേ അവസ്ഥയിൽ ഈ പല്ലി ജീവിച്ചിരുന്നെന്നോ? അവിശ്വസനീയം. പല്ലിയുടെ ആശ്ചര്യകരമായ അതിജീവനത്തിൻ്റെ രഹസ്യമറിയാനായി അയാൾ ജോലി നിർത്തി പല്ലിയെ തന്നെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നറിയാതെ മറ്റൊരു പല്ലി പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ വായിൽ കുറച്ച് ഭക്ഷണമുണ്ടായിരുന്നു. വന്ന പല്ലി വായിൽ കരുതിയിരുന്ന ഭക്ഷണം കാൽ കുരുങ്ങിയ പല്ലിക്ക് നൽകി. വികാരവിക്ഷോഭത്താൽ അയാൾ ഒരു നിമിഷം പുളഞ്ഞുപോയി. കേവലം നിസ്സാരനായ ഒരു പല്ലി ആണിയിൽ കാൽ കുടുങ്ങി അനങ്ങാനാവാതെ രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ മറ്റൊരു പല്ലിക്ക് വേണ്ടി നീണ്ട 5 വർഷങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം കൊണ്ടുവന്ന് നൽകുന്നു. സവിശേഷ ബുദ്ധിയോടെ സൃഷ്ടിക്കപ്പെട്ട് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് പോലും സാധിക്കാത്ത ഒരു മനസ്സ് നിസ്സാരമെന്ന് കരുതപ്പെടുന്ന ഈ കൊച്ചു ജീവിക്ക് മാറാരോഗിയായ പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുന്ന മനുഷ്യരുള്ള ഇക്കാലത്ത് നിസ്സാരനായ ഒരു പല്ലിയുടെ നിസ്വാർത്ഥമായ സ്നേഹം ഒരു പാഠമാകേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവിടിയാതിരിക്കുക. അടുപ്പമുള്ളവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തിരക്കാണെന്ന കാരണം പറഞ്ഞ് അവരിൽ നിന്നൊഴിഞ്ഞു മാറാതിരിക്കുക. ലോകം മുഴുവനും നിങ്ങളുടെ കാൽ കീഴിലായിരിക്കാം, പക്ഷേ അവരുടെ ലോകമെന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഒരു നിമിഷത്തെ അവഗണന മതി പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും തകർത്ത് കളയാൻ. അതുകൊണ്ട് ചിന്തിക്കൂ, നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി, നേടാൻ ജന്മം മുഴുവനും പോരാതെ വന്നേക്കാം. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.